നമസ്കാരം, ഏവൻ വാർത്തയിലേക്ക് സ്വാഗതം. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്കിന്റെ വിവിധ ഇടങ്ങളിലായി ലൈബ്രറിയന്മാർക്കുള്ള സോഫ്റ്റ്വെയർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാടിയോട്ടുചാൽ മുനിയൻകുന്ന് രക്തസാക്ഷി സ്മാരക ഹാളിൽ ചെറുപുഴ പെരിങ്ങോം വെള്ളോറ മാതമംഗലം മാത്തിൽ ഏരിയയുടെ ഭാഗമായി 62ഓളം ലൈബ്രറിമാരാണ് പങ്കെടുത്തത്. ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ രമേശ് കുമാർ നിർവഹിച്ചു. ആമുഖ ഭാഷണം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് കെ ദാമോദരൻ മാഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം കെ സി ലക്ഷ്മണൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വി എൻ ഗോപി ആശംസ അർപ്പിച്ച് സംസാരിച്ചു. വൈകുന്നേരം 4 മണി വരെ ക്യാമ്പ് നടക്കും. സംസ്ഥാനത്തിലൂടെയാണ് ആദ്യമായിട്ട് ലോകത്ത് ഈ വിവരങ്ങൾ ഇങ്ങനെ കൈമാറുന്നത്. എങ്ങനെയാണ് സുസജ്ജമായിട്ടുള്ള ഇത്രയും സംവിധാനത്തിൽ എത്തിയതെന്നാണ് നമ്മൾ ഈ ആദ്യകാലത്ത് പറയുന്നത്. ചരിത്രം എങ്ങനെ ഒന്നുമില്ലാണ്. ആദ്യം ഈ തുടക്കത്തിൽ കേവലമായിട്ട് സംസ്ഥാനത്തിലൂടെയും പിന്നെ പറയുന്നത് കയ്യെഴുത്ത് പ്രതികളുടെയും കഥ പറഞ്ഞതിലൂടെയാണ്. കഥ അതായത് പാട്ടുപാടികളാണ് കഥയിലല്ലേ പാട്ടിന്റെ പാട്ട് അതിങ്ങനെ ഒരു ദേശത്ത് മറ്റൊരു ദേശത്തേക്ക് വരും. അങ്ങനെ അത് വരുമ്പോൾ ആ നാട്ടിലെ കഥയിലെ പാട്ട് അവതരിക്കും. അവരറിയാം ആരെങ്കിലും സംഭവിച്ചു അറിയാം. അല്ലാതെ വഴിയില്ല, ഇങ്ങനെ വഴിയില്ല, അറിയാൻ വഴിയില്ല. എന്ത് സംഭവിച്ചു കൂടി അറിയാം. ഇത് അറിയണമെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരുന്നവരെ വേണം നോക്കണം. ഒരു നോവലിന്റെ ഏറ്റവും ആദ്യത്തെ പേരിൽ ആ നോവലിനോട് ആ നോവൽ ഇത്രത്തോളം ആളുകൾ വായിക്കുന്നതിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? സെക്കൻഡ് പറഞ്ഞോട്. സെക്കൻഡ് പറഞ്ഞത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കലയിൽ, സാഹിത്യത്തിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു മേഖലയാണ് വിവര സാങ്കേതിക വിദ്യ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. അതിൽ ആദ്യമായി പക്ഷേ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിൽ അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോവുക. ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മുടെ പുസ്തക വിതരണം ഇനി മാനുവലായിട്ട് ചെയ്യേണ്ടതില്ല. നമുക്ക് ഇതിലൂടെ ചെയ്യാം, സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാം. നമ്മുടെ പ്രവർത്തന ഗ്രാന്റിന്റെ അപേക്ഷ നമ്മുടെ സോഫ്റ്റ്വെയർ, അതായത് ഒരു ലൈബ്രറിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സോഫ്റ്റ്വെയർ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.